റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയുള്ള ബേക്കൺ റാപ്ഡ് ഹോട്ട് ഡോഗ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഹോട്ട് ഡോഗ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ പോർക്ക് സോസ് എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വലിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബേക്കൺ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ കോൾഡ് സ്റ്റോറേജസിലും ബേക്കൺ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഓരോ സോസേജും ഈ ബേക്കൺ ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് വളരെ എളുപ്പമാണ്. വെറുതെ നമ്മളിതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഈ സോസേജിന് ഫുള്ളായിട്ട് നമുക്ക് ബേക്കൺ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സോസേജസും ബേക്കൺ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം സോസേജ് ആവശ്യമുണ്ടോ അത്രയും സോസേജ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ബേക്കൺ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ സോസേജും ബേക്കണിൽ റാപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒലിവ് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ സോസേജസും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് തിക്കി നിറച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് സോസേജ് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് വശവും ഒരേപോലെ ഗ്രില്ലായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള ഓയിൽ കൂടാതെ ഈ പോർക്കിൽ നിന്നുള്ള, അതായത് ബേക്കണിൽ നിന്നുള്ള ഫാറ്റ് കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകണ്ട. അത്യാവശ്യം ഒന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഈ സവാള ഈ പാനിൻ്റെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് യെല്ലോ ക്യാപ്സിക്കമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ യെല്ലോ കളറും അതുപോലെ റെഡ് കളർ ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും ഇത് കാണാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കൂട്ടോ. അവരൊക്കെ വെജിറ്റബിൾസും കഴിച്ചോളും, അതുപോലെ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. ഇപ്പോൾ ക്യാപ്സിക്കമൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കം അതുപോലെ സവാളയൊക്കെ എണ്ണയിൽ നിന്നും കോരി ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ സബ്വേ ബ്രെഡ് അല്ലെങ്കിൽ നീളത്തിലുള്ള ഇതുപോലത്തെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്കിതുപോലെ നീളത്തിലൊന്ന് മുറിച്ച് കൊടുക്കാം. ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇത് രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. എത്രത്തോളം ഫില്ലിങ് വേണോ അത്രയും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജസ്, ബേക്കണിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുള്ള സോസേജസ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട്, നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര സോസേജ് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 1-2 ഡ്രോപ്സ് മസ്റ്റർഡ് സോസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മസ്റ്റർഡ് സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഐ കാർഡിലും കാണാം. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മയണൈസ് കൂടി വെച്ചൊന്ന് ടോപ്പ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മയണൈസ് മാത്രമേ ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബേക്കൺ റാപ്ഡ് ഹോട്ട് ഡോഗ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ്.
ഇതിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റൂസ് അല്ലെങ്കിൽ വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.